അടുത്തത് കുറെ മിനി ടോപ്പ് ഇതൊരു നൈറ്റ് വെയർ ആണ്. ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ. നല്ല നല്ല സോഫ്റ്റ് ക്ലോത്ത് ആണ്. സെൽവാസ് പണ്ടൊക്കെ ആയിരുന്നു കുട്ടികൾക്ക് നല്ല ജില്ലമ്പഴം ഇത്ര ഡ്രസ്സൊക്കെ ആൾക്കാർ കൊണ്ടുവരുന്നത്. ഇപ്പൊ എല്ലാവരും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയി കുറെ നല്ല സോഫ്റ്റ് ആയിട്ട്. പിന്നെ അടുത്തത് ഇതൊക്കെ ഷെഡിയാണ്. ഇത് എന്റെ ടോപ്പ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കണം. എന്റെ ടോപ്പ് എല്ലാം ഷെഡിയാണ് ഗൈസ്. എല്ലാം ഇതൊരു നൈറ്റ് വെയർ ആണ്. ഇതും ആ ബ്രാൻഡ് തന്നെ സെൽവാസ്. ഇപ്പൊ ഇതിന്റെ ഓരോ നമ്മൾ കണ്ടായിരുന്നല്ലോ. ഇതാ വേറെ ഇത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അതിന്റെ ഇതാണ് കേട്ടോ. അതിന്റെ ഉള്ളിലൂടെ ഡിന്നറാണത്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഇതിൽ ഏതാണ് ഭംഗി, ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒന്നിന് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ഇത് രസമല്ലേ? ഒരു പേസ്റ്റൽ കളേഴ്സ് ആണ് എല്ലാം അല്ലേ? അതിന് വളരെ റയർ ആയിട്ടുള്ള ഇടിവെട്ട് കളർ. ഇത് എനിക്ക് കണ്ടപ്പോഴേ ഇഷ്ടമായി. നല്ല രസമല്ലേ? ക്യൂട്ടായിട്ടുണ്ട്. അതിന്റെ ചെടിയാണ്. ഇവിടെ കണ്ടത് അതിനൊരു ഹെയർ ബോണ്ട്. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇത് അടിപൊളി. അടുത്തത് എനിക്കിപ്പോ എവിടെ നിന്ന് എടുക്കണം? പഴയ മോഡൽ. അടുത്തത് ഇതൊക്കെ ക്ലോത്ത് ഒക്കെ ശരിയാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് കണ്ടതിൽ വെച്ച് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ളതാണ് ജേം സ്യൂട്ട്. ഇത് നല്ല രസമുണ്ട്. ഇതൊക്കെ ഇപ്പൊ അവർക്ക് ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. അതിന് എടുത്ത് വെക്കാനും പറ്റില്ല. പിന്നെ അടുത്തത് ഫുള്ള് പിങ്ക് പിങ്ക്. ഇതിന്റെ ടൈപ്പ് കുറേ ഉണ്ട് കേട്ടോ. അതിന്റെ വേറൊരു വേർഷനാണ് ഈ കാണുന്നത്. ഹൽദി ഇതെനിക്ക് ഇഷ്ടായിട്ടോ. ചിലപ്പോ എന്റെ കല്യാണത്തിനൊക്കെ ഒക്കെ ഇടാൻ പറ്റും അല്ലേ, ഹൽദിക്കൊക്കെ. പക്ഷെ ഞങ്ങൾ ഹൽദി വെക്കുന്നില്ല ഗൈസ്. പിന്നെ അടുത്തത് ഇതൊരു വെറൈറ്റി കളർ ആയിട്ടുണ്ട്. ഇത് അടുത്തൊരു ജേം സ്യൂട്ടാണ്. പക്ഷെ ഇതിന്റെ ക്ലോത്ത് വന്നിട്ട് ഷിഫോൺ ടൈപ്പ് ആണ്. ഉള്ളില് അത്ര സോഫ്റ്റ് ഒന്നല്ല. ഓക്കെ, പക്ഷെ സാധനം പുറത്തുനിന്ന് കാണാൻ സൂപ്പറാണ്. ഇത് ക്യാമറയിൽ എങ്ങനെ കാണുന്നെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. ഇത് കുറെ കണ്ടില്ലേ, കുറെ ടൈപ്പ് മെറ്റീരിയൽ. അപ്പൊ കണ്ടത് തന്നെ ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് വലിയ ടൈപ്പ്. അത് എനിക്ക് ഇഷ്ടമായി. ഒന്നാമത് എനിക്ക് കോട്ടൺ ആയിട്ടുള്ള
കോട്ടൺ ടൈപ്പ് ഉടുപ്പുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും ഒരു 8th സ്റ്റാൻഡേർഡ് വരെ കോട്ടന്റെ ഉടുപ്പ് ഇട്ടിട്ടുണ്ട്. എനിക്കിഷ്ടമാണ്. ഇതെല്ലാം ഷെഡിയാണ് ഗായ്സ്. അടുത്തത് നമ്മൾ കാണുന്നത് ഒരു ഫുൾ സ്ലീവ് ആയിട്ടുള്ളതാണ്. തണുപ്പൊക്കെ ഉള്ള അല്ലേ? ഇതാ അടുത്തത് ഒരു ഈ ടൈപ്പ് കുറേ ഉണ്ട്. ബാക്കിലൊക്കെ അവർക്കും ഇത് നല്ല കംഫർട്ടബിൾ ആവും. നല്ല ക്ലോത്ത് ആണ്. എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് ടോപ്പ്, ഇത് ട്രൗസർ. എനിക്ക് നല്ല ഇഷ്ടമായി. ഇതിന്റെ ഭാഗം ഈ ചോപ്പ് ഇതിന്റെയാണോ? ഒരു ട്രൗസർ. ആ ഡ്രസ് നേരത്തെ കാണിച്ചത് സൂപ്പർ ഡ്രസ്. ഇതൊരു ടോപ്പും സ്കേർട്ടും. അടുത്തത് ഒരു സ്കേർട്ടും ടോപ്പ് തന്നെ. ഇത് ക്യൂട്ട്. ഇതൊക്കെ ഇപ്പൊ അവർക്ക് നല്ല കറക്റ്റ് ഫിറ്റ് ആയിട്ടുണ്ടാവും. ഇതിന്റെ സെയിം കളർ ചേഞ്ച് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറെ എണ്ണം കണ്ടുകൊണ്ട് നമ്മളെന്നെ കൺഫ്യൂസ്ഡ് ആയിരിക്കില്ലേ. ഇതിന്റെ ചാണകപ്പച്ച എന്ന് പറഞ്ഞില്ലേ, ഫാന്റ്. ഇത് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. അപ്പൊ നമ്മളുടെ ഗൈസ് ഒരു പച്ച പാവാട. ഇത് ഞാൻ പറയുകയാണെങ്കിൽ കൊച്ചിന്ന് മാമന്റെ വീട്ടിൽ കൊടുക്കുന്നത്. പക്ഷെ ഇതിന് ടോപ്പ് ഒന്നുമില്ല, പാവാട മാത്രം. എന്താണ് സംഭവം നമുക്ക് അറിയില്ല. ചിലപ്പോ ഇങ്ങനെ ഇട്ട് കൊടുക്കില്ല. അത് കഴുത്തിന്റെ അവിടെ ഇട്ട് കൊടുക്കുന്നതാണോ എന്താണ്? കണ്ടിട്ടൊരു പാവാടയായിട്ട് പറയാതെ പെട്ടതാണോ ഒന്നും നമുക്കറിയില്ല. പിന്നെ അടുത്തത് കാണാൻ പോകുന്നത് ഒരു ഇപ്പോഴൊന്നും ഇടാൻ പറ്റിയ ടൈപ്പല്ല. കുറച്ച് വലുതായിട്ട് ഒരു വയസ്സൊക്കെ ആകുമ്പോൾ ഇടാൻ പറ്റുന്ന ടൈപ്പാണ്. ശരിക്കും പെൺകുട്ടികളാവുമ്പോൾ നല്ലൊരു ഇതാണ് കേട്ടോ. വെറൈറ്റി ഡ്രസ്സസ് എടുക്കാം. എനിക്കും പെൺകുട്ടികളോടാണ് കുറച്ച് താല്പര്യം കൂടുതൽ. ഇത് എവിടെ തുടങ്ങണം? ഇത് ഇതിന്റെ ഉള്ളിലിടുന്ന ഇന്നറാണ് കേട്ടോ. ഇതൊക്കെ പെട്ടിയിൽ വെക്കാൻ നമുക്ക് സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിവിടെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഡ്രസ്സാണ്. ഇത് കുറച്ച് മഴയാണ്. പിന്നെ ഇതൊരു ഡ്രസ്സ്. ഇത് നല്ല ഡ്രസ്സുണ്ട് കേട്ടോ. ഇത് കൊള്ളാം. അയ്യോ, ഈ സ്കേർട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. ഒരു വെൽവെറ്റ് ടൈപ്പാണ് കേട്ടോ. രസമുണ്ട് അല്ലേ? വാവ്, ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഈ ടയർ ബോക്സ് ആയിട്ടുണ്ട്. ഇതിന്റെ സെയിം തന്നെ ഇവരുടെ അടുത്തുണ്ട്. ഒരു ബ്ലൂ കളർ വരുന്നുണ്ട്. ലാസ്റ്റത്തെ ഡ്രസ്സാണിത്. അതോടുകൂടി നമ്മുടെ ഡ്രസ്സിന്റെ കളക്ഷൻസ് കഴിഞ്ഞിരിക്കുന്നു. നന്ദി, നമസ്കാരം. പിന്നെ ആരും എന്റെ ഡ്രസ്സിനൊന്നും പറയരുത്. നമ്മുടെ അബുവിന്റെ ഡ്രസ്സാണ്. എനിക്ക് എന്താണെന്നറിയാം, വീട്ടിലെത്തി കഴിഞ്ഞാൽ മാക്സി, ചേച്ചിമാരുടെ ഡ്രസ്സ്, അതിനോടൊക്കെയാണ് കൂടുതൽ താല്പര്യം. പിന്നെ പെട്ടെന്നായിരുന്നു നമ്മൾ ഈ വ്ളോഗ് എടുത്തത്. അതുകൊണ്ട് ആരും എന്റെ ഡ്രസ്സ്. അപ്പൊ ഓക്കെ ഗൈസ്, നാളെ നമ്മൾ അത് പോവാണ്. അപ്പൊ 25-ാം തീയതിയാണ് 90 വരുന്നത്. അപ്പൊ നമുക്ക് അന്നൊരു വ്ളോഗ്